ഷാജിദ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. വായി തോന്നുന്ന അപരാധങ്ങൾ വീണ്ടും വിളിച്ചു പറയുന്നു. ഷെരീഫിനെ വെച്ചിട്ട് ഷാജിദ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷാജിദയുടെ മുമ്പിലത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഷാജിദ ആ കുടുംബത്തിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളും എന്തെല്ലാം വിഷയങ്ങൾ ഷാജിദയുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി. മൊത്തത്തിൽ വിഷയം ഷാജിദാരെ ഉമ്മായ വെച്ചിട്ട് അവൾ കുറേ റീച്ചുണ്ടാക്കി, കുറേ പണം ഉണ്ടാക്കി. യൂട്യൂബ് വരുമാനം അവൾ ഉമ്മായെ വെച്ചിട്ടുണ്ടാക്കി. ഉമ്മാരെ തുണിയില്ലാത്ത വിച്ചറുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവള് ജട്ടി വീഡിയോ എന്നും പറഞ്ഞ് അത് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നാറ്റിക്കുകയാണ് ചെയ്തത്. കൂട്ടത്തോടെ കിടന്നിട്ട് ആ ഉമ്മായെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ അത്രയും പറഞ്ഞ ഒരുത്തിയാണ് ഇവള് ഷാജി എന്ന് പറയുന്ന ഈ സാധനത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വരികയും പാവമാണ് 5 യത്തീം കുട്ടികളെ കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സഹായങ്ങൾ ഇവൾക്ക് ചെയ്യുകയും പണമായിട്ടായിരുന്നാലും കണക്കിന് വീട്ടു സാധനങ്ങളായിരുന്നാലും എല്ലാം ആളുകൾ അയച്ചു കൊടുക്കുകയും ഇവക്ക് ഈ പണം അത്രയും ഈ സാധനങ്ങളും കണ്ടപ്പോൾ ഇവക്ക് തലയ്ക്ക് മുകളിലോട്ട് ഇവക്ക് അങ്ങ് കയറേണ്ടി ചെയ്തത്. ഞാനിനി ഇതെന്ത് ചെയ്യട്ടെ, അവക്ക് അഹങ്കാരം അങ്ങ് കൂടിക്കൊണ്ടേയിരുന്നു. ഈ പണം ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ലെവലിൽ ഷാജിദ എത്തുകയും പിന്നെ ആ ഒരു ലെവലിൽ പെട്ടെന്ന് തന്നെ അങ്ങ് താഴ്ന്നു വരും. കുടുംബക്കാർ ആ ഉമ്മായൊക്കെ പറഞ്ഞതിൻ്റെ ഫലം മൊത്തത്തിൽ ചീത്ത വിളിയായിരുന്നു. അവരെ ബന്ധുക്കാരെ മൊത്തം ചീത്ത വിളിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായി. എന്നിട്ടാണ് അതിനുശേഷം ഷെരീഫിൻ്റെ വീട്ടിൽ കയറി. ഷെരീഫ് പറഞ്ഞ് വിലക്കിയതിൻ്റെ പേരിലാണ് ഷെരീഫിനെ ഇത്രത്തോളവും വിഷയത്തിലേക്ക് ഇവൾ കൊണ്ടെത്തിക്കാൻ കാരണം. ഇവൾ ഗൾഫിൽ നിൽക്കുന്നവരെ മൊത്തത്തിൽ ഇവൾ കൂട്ടുപിടിക്കുകയും അവന്മാരെ കയ്യിൽ നിന്ന് ഇവൾ ഇങ്ങോട്ട് തന്ത്രപൂർവ്വം പണമായിരുന്നാലും സ്വർണ്ണമായിരുന്നാലും അവരെടുത്ത് തന്ത്രപൂർവ്വം പോയി നിന്നുകൊണ്ട് ഇവൾ വാങ്ങിക്കാനും മിടുക്കിയായിട്ട് ഇവൾ നിന്നു. എന്നിട്ട് ഓരോരുത്തരെയും ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൾ ഈ സ്വർണ്ണങ്ങൾ അത്രയും സ്വർണ്ണമായിരുന്നാലും പണമായിരുന്നാലും ഇവൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവൾ കാല് മാറും. അവന്മാർ ഇവളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരും ഭയങ്കര സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഇവൾ പണവും കൊണ്ടും അതുപോലെ സ്വർണ്ണമായിട്ടിരുന്നാലും അതും കൊണ്ടാണ് ഇവൾ മുങ്ങണത്. അപ്പോൾ ഇവൾ കുറച്ച് നാൾ കുഴപ്പമില്ലാതെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ വന്ന് സലാം പറയും. ഹലോ ഹായ് അസ്സലാമലൈക്കും, എന്താണ് എല്ലാവർക്കും സുഖമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നീട്ടലോട് കൂടി ഇവൾ വരുന്നതാണ്. വന്നിട്ട് ഇവളിപ്പം നോമ്പിൻ്റെ ആ സമയത്ത് ഇവളൊന്ന് ഒതുങ്ങി ഷെരീഫിൻ്റെ വീട്ടുകാരുമായിട്ട് പിന്നെ പൊരുത്തം ചോദിക്കുകയും കാലിൽ വീണ് മാപ്പ് പറയുകയും ഒക്കെ ചെയ്തു. ആ ഉമ്മായും വാപ്പായൊക്കെ വിളിച്ച കൂട്ടിയ അപരാധത്തിന് കണക്കില്ല. ആ വീട്ടിൽ കയറി എടി മറ്റേ മോളെ മറിച്ച മോനെ എന്നാണ് ആ ഉമ്മായും വാപ്പായും വിളിക്കുകയും ഇവള് തൻ്റെടിയായിട്ടുള്ള ഈ ഷാജി എന്ന് പറയുന്ന അവള് ആ ഒരു വീട്ടിൽ കയറണമെങ്കിൽ ആ ഒരു വീട്ടിൽ കയറി അവരെ അടിക്കാൻ നിൽക്കുകയാണ്. ഇവള് അടിക്കും. ഇവള് എന്തൊക്കെയോ അവള് കാണിക്കണത്. അവിടെ എന്തൊക്കെയോ വലിച്ചെറിയുന്ന ഇവള് ഓടണ്. പിന്നെ ഇവളെ അടിച്ചാൽ അതൊരു കേസാവുമല്ലോ. ഇപ്പം ഷെരീഫ് ഇവളെ അടിച്ചിരുന്നെങ്കിൽ അത് കേസായന. പിന്നെ വായിട്ടലച്ചത് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇവള് ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ മാപ്പ് ചോദിക്കുകയും ഇവള് കള്ള മാപ്പ് ചോദിക്കുകയും ഇവള് പൊരുത്തം ചോദിക്കുന്നു. എടി നീയൊക്കെ ഇങ്ങനെ ഇരുന്നും കൊണ്ട് ഈ റമദാൻ മാസം ആകുമ്പോഴത്തേക്ക് പൊരുത്തം ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? നീയൊക്കെ നിൻ്റെയൊക്കെ വാ കൊണ്ട് പറയുന്ന വാക്ക് അടിച്ചില്ലെങ്കിൽ ആ ഒരു വാക്കിലൂടെ എന്തുമാത്രം നീ പറഞ്ഞതാണ് ആ കുടുംബത്തിനെ, ആ ഷെരീഫിൻ്റെ കുടുംബത്തിനെ, എല്ലാവരും ഷെരീഫിനെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എവനോ വേണ്ടിയിട്ട് ഇവള് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് ഇവളപ്പം സ്വഭാവങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. ഒരുത്തന് വേണ്ടിയിട്ട് അവൻ ഇനി കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ കൂടെ കഴിയാമെന്ന് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പണമോ എന്തെങ്കിലും ഇവക്ക് പിടിപ്പത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിലായിരിക്കും ആ ഒരുത്തന് വേണ്ടിയിട്ട് 2-3 മക്കളുള്ള ആ ഒരുത്തന് വേണ്ടിയിട്ട് അവൻ്റെ ഭാര്യയെ പോലും ഉപേക്ഷിച്ചിട്ട് അവൻ അവിടെ ചെന്ന് കിടന്ന് മയക്കുമരുന്നും കുത്തിവെച്ച് അവനിരുന്നും കൊണ്ട് ചീത്ത വിളിക്കണതായ ചീത്തവിളി പറയാതിരിക്കണമെന്നല്ല. അവന് വേണ്ടിയിട്ട് ഇവള് ഷെരീഫിനെ താഴ്ത്തിക്കെട്ടാൻ ഇവള് ശ്രമിക്കുന്നുണ്ട്.
ഷെരീഫിൻ്റെയും ഉമ്മാരെയും വാപ്പാരെയും ഒക്കെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞവളാണ്. അവൾ ആ വാക്കൊന്ന് കേട്ടണം. ഇവളെ നാക്ക് എത്രത്തോളം നീളമുണ്ടെന്നൊന്ന് നോക്കിയോളൂ. 30 ദിവസം വരെ ഇവള് അടങ്ങിയിരുന്നതിന് കാരണമുണ്ട്. ഇവക്ക് അടുത്ത പണം തെണ്ടാൻ വേണ്ടിയിട്ടാണ് ഇവള് 30 ദിവസം അടങ്ങിയിരുന്നു കൊണ്ട് ഇവള് പിച്ച എടുക്കും കണക്ക് ഇവള് യാചിച്ചു കൊണ്ട് പോയി. ഹോട്ടൽ ഫുഡായിരുന്നാലും 5 എൻ്റെ എത്തിയും കുട്ടികളാണെന്ന് പറഞ്ഞിരുന്നും കൊണ്ട് ഇവള് വേടിക്കാൻ കൊടുക്കാനിരിക്കണവരെ വേണം അടിക്കാൻ ഇങ്ങനെയുള്ള സാധനത്തിന്. എന്നിട്ട് തിന്നെല്ലിൻ്റെ ഇടയിൽ കയറി പണത്തിൻ്റെ അഹങ്കാരം കൊണ്ടിരുന്ന് ചീത്ത വിളി. അപ്പോൾ അവളെ വാക്കൊന്ന് കേൾക്കാം. ഇവളിപ്പം ഇരുന്നും കൊണ്ട് ഷെരീഫിനെ പറയണം. മാപ്പ് പറഞ്ഞതും പൊരുത്തം ചോദിച്ചതും ഒക്കെ അവിടെ അങ്ങ് കഴിഞ്ഞു. നോമ്പ് തീർന്നല്ലോ. ഇനി നമുക്ക് അടുത്ത നോമ്പിൻ്റെ തലേ ദിവസം നമുക്ക് പൊരുത്തം ചോദിക്കാം എന്നുള്ളതാണ് അവളെ മട്ട്. ഇങ്ങനത്തെയും കുറേ നാറികളുണ്ട്. അവന്ന് പറഞ്ഞാൽ അവന് വിളിപ്പേരാണ്. അവനാണ് ആ കടയിൽ നിൽക്കുന്നത്. ഞാനും അവനായിട്ടൊക്കെ അങ്ങേ അറ്റം ഞങ്ങൾ കടയിൽ നിൽക്കുമ്പോഴൊക്കെ നല്ല ഒരു ബന്ധമാണ്. കാരണം എൻ്റെ മോൻ്റെ പോലെ തന്നെ. അപ്പോൾ അവനോട് ഏൽപ്പിച്ചിട്ട് ഇക്ക മേലെ പോയിട്ട് കിടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിളിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് 9:30 വിളിക്കുമ്പോഴൊക്കെ ഇക്കാൻ്റെ മേലെ നിന്നിട്ടാണ് ഇക്ക സംസാരിക്കുന്നത്. പിന്നെ ഇക്ക വന്നിട്ട് താഴെ വന്നിട്ട് കത്തി എടുത്തിട്ട് പോയിട്ടുണ്ട്. ഞാൻ ആഴ്ചയിൽ അവിടെ പോണതാണ്. മൈൻ്റെ മോനെ ഷെരീഫെ മൈ മോനെ ഡാഷ് മോനെ ഞാൻ അൽഹംദുലില്ലാ മാഷാ അല്ലാ സലാം പറഞ്ഞ് തുടങ്ങും. സലാം പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും, എന്താണ് വിശേഷം, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ, എനിക്കും മക്കൾക്ക് സുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങണ ഒരു തീരെ നാവിൽ നിന്നാണ് ഈ വാക്ക് കേൾക്കണത്. ആഴ്ചയിൽ എൻ്റെ അക്കാൻ്റെ അടുത്ത് പോകണാടാ എൻ്റെ കുട്ടീനെയും കൊണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് എൻ്റെ ഉമ്മാൻ്റെ സാരി കെട്ടിയിട്ടുണ്ട്, ഓയിൽ സാരി കെട്ടിയിട്ടുണ്ട്. അവിടെ ഞാൻ തൊട്ടി, ചെറിയ കുട്ടിയാണ്, അവന് തൊട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കെട്ടിയ തൊട്ടിനെ കത്തി കൊണ്ട് മുറിച്ച് താഴെ വന്ന് കത്തി എടുത്തതൊന്നും ഈ കുട്ടി അറിയണില്ല. ഇവിടെ കച്ചവട തിരക്കിലാണ് ഇപ്പം. കത്തി എടുത്ത് മുറിച്ച് ആ സംഭവം അവിടെ മറ്റേ കയറണതൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റാണ്. എൻ്റെ ഇക്കാക്ക് അത്ര ഹൈറ്റൊന്നുമില്ല. അതിലൊക്കെ കയറി ജസ്റ്റ് ആ സ്പോട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അപ്പം ആരെങ്കിലും വിളിച്ചതാണെങ്കിലും എന്താണെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഇത് മാറിയിട്ടുണ്ടാവും. അപ്പം എനിക്ക് നിന്നോട് പറയാനുള്ളത്, എൻ്റെ ഇക്ക ആ സ്പോട്ടിൽ മരിച്ചിട്ട് ആ സ്പോട്ടിൽ ഷാജി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തുന്നതിൻ്റെ മുന്നേ ഷാജിൻ്റെ ആൾക്കാരും അവിടെ ആ ഹോസ്പിറ്റലിൽ എത്തിയത്. അല്ലാണ്ട് ഇക്കാൻ്റെ പുന്നാര മക്കളെല്ലാം എത്തിയത്. നീ ആലോചിച്ചോ, നീ എൻ്റെ ഇക്കാൻ്റെ ആൾക്കാരനെ കൂട്ടുപിടിച്ചിട്ട് നീ എന്നെ എവളെ ഇക്കാൻ്റെ ആൾക്കാർ തന്നെ പറഞ്ഞത് എവളാണ് ഇതിന് കാരണമാക്കി. അവൻ വെറും പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ഇവളെ ഭർത്താവെന്ന് പറയുന്ന ആ 5 കുട്ടികളുടെ തന്ത വെറും പാവമായിരുന്നു. ഒരു ദുശീലങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പാവ മനുഷ്യൻ. ഇവൾ അത്രയ്ക്ക് ആ ഒരു നിലയ്ക്കാണ് കൊണ്ട് നടന്നത്. അത്രയ്ക്കും കഷ്ടപ്പെട്ട് ആ ബേക്കറി ആയിരുന്നാലും സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടാണ് ആ കച്ചവടം നടത്തി പോയത്. പൊന്നു പോലെയാണ്. ആ 5 മക്കളെന്ന് വെച്ചാലും ആളിന് ജീവനായിരുന്നു. പക്ഷേ ഇവളെവിടെയൊക്കെയോ റൂം എടുത്ത കാര്യങ്ങൾ ഇവളെ സ്വഭാവം ശരിയല്ലായിരുന്നു. ഇവളെവിടെയൊക്കെയോ റൂം എടുക്കുമെന്നാ, ഹോസ്റ്റലില്ല എവിടെയൊക്കെയോ പോയി റൂം എടുക്കുമെന്നാ. ഇവൾക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു ശീലം ഉള്ളത് കൊണ്ടാണ് അയാൾ അതങ്ങനെ ചെയ്തത്. നിരന്തരം വഴക്കായിരുന്നു. തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാണ്. ഓക്കെ, അങ്ങനെയാണ്. ആ സ്പോട്ടിലാണ് എൻ്റെ ഇക്ക മരിച്ചിട്ട് ഞങ്ങൾ അവിടെ എത്തി. ഞാൻ ആ മോർച്ചറി പോയി കണ്ട് എനിക്ക് വയ്യാണ്ടായി. 1.5 മണിക്കൂർ ഞാൻ അവിടെ ഞാൻ തളർന്നു. ആ മോർച്ചറിയിൽ നിന്ന് തന്നെ ഞാൻ തളർന്നു. എന്നെ എടുത്ത് കൊണ്ട് നീ പറയുന്ന സിനാനി ഇവരൊക്കെ വിളിച്ചോ നീയെ? ഓ സിനാനും മുത്തുവിൻ്റെ മണ്ടയിലോട്ട് എന്ന് കയറും. നീ അവരെയൊക്കെ അടിച്ചിട്ടല്ലേ അവിടെ നിന്ന് പോയത്. നിന്റെ ആദ്യത്തെ വീട്ടിൽ നിന്ന് നിന്റെ ഉമ്മായെ നിന്റെ കുടുംബക്കാരെ മൊത്തം നീ അടിച്ച് ചന്ദനത്തടിയും കടത്തി കൊണ്ടുപോവാൻ പോയപ്പോഴാണ് പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് മുറിച്ച് കഷ്ണാക്കി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാൻ പോയവളാണ് ആ ഉമ്മായെ ഒരൊറ്റത്തിട്ടിട്ട് റൂമിലിട്ട് അടിച്ച് ഉമ്മാരെ തുണിയൊക്കെ വലിച്ചു കീറി. ഇവളെന്തെല്ലാം ചെയ്ത് തുണിയൊക്കെ വലിച്ചു കീറി ആ വീഡിയോയും എടുത്ത് ഇവൾ പോസ്റ്റ് ചെയ്ത് ആ ഉമ്മായിൽ നിന്ന് ഇവൾ ഒരുപാട് റീച്ച് ഉണ്ടാക്കി. അതുപോലെ തന്നെ അവരെ ബന്ധുക്കാരിൽ നിന്നും ഇവൾ ഒരുപാട് റീച്ച് ഉണ്ടാക്കി. അതിൽ നിന്ന് ഇവൾ വരുമാനം ഉണ്ടാക്കി തിന്നിട്ട് ഇപ്പം അവൾ പറയണ കേട്ടില്ലേ? അത് എന്നടി നീ നിൻ്റെ ഉമ്മാരെ കാലിൽ പൊരുത്തം ചോദിക്കാൻ നീ ചെന്ന് നിൻ്റെ ഉമ്മ നിന്നാ പൊരുത്തം നിനക്ക് തന്നില്ലല്ലോ. നിനക്ക് പൊരുത്തം തന്നാ? ഇല്ല, അവൾക്ക് പൊരുത്തം കൊടുത്തില്ല. എന്നിട്ട് ആ ഉമ്മായ ആ വീട്ടിനകത്ത് അത്രയിട്ട് ഓട്ടിക്കണം. എന്നിട്ട് അവസാനം അവരെ പിടിച്ച് അമർത്തി വെച്ചിട്ട് അവർക്ക് മുത്തം കൊടുക്കണ ലക്ഷണം അവൾ വീഡിയോ പിടിച്ച്. എടി
പെണ്ണും പുള്ളേ 5 മക്കളുണ്ട്, എത്തിയും കുട്ടികളാണെന്ന് പറഞ്ഞ് നീ തിന്ന് നടന്നിട്ട് നീ കുറേ നാളായാലും നിൻ്റെ കൂടെ നിൽക്കാൻ കുറേ എണ്ണം ഉണ്ട്. നീ ഇങ്ങനെ വന്നിരുന്ന് കൂടെ നീ പിച്ച തണ്ടല്ലോ, തായേ എന്നും പറഞ്ഞ് നീ ഇരുന്ന് പിച്ച തണ്ടോല്ല. നിനക്ക് തരാൻ ആളുണ്ടായിട്ടാണ്. ഞാൻ അവിടെ 1.5 മണിക്കൂർ ഞാൻ കിടക്കായിരുന്നു മയക്കത്തിൽ. ഞാൻ ബോധം കെട്ട് കിടക്കായിരുന്നു. നായിൻ്റെ മോനെ എടി നിന്നെ തിരിച്ചെന്തോന്ന് വിളിക്കണോ എടി നിനക്ക് ഇപ്പം ഇതൊക്കെ എങ്ങനെ വരണടി? നീ അൽഹംദുലില്ല പറഞ്ഞ ഈ വാ കൊണ്ട് തന്നെ, നീ സലാം പറഞ്ഞ നീ ഈ നാക്ക് കൊണ്ട് തന്നെ നീ ഈ പറയണ വാക്ക്, എടി നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇതിന് നീ ഈ വിളിക്കണ മോനെ എന്ന് വിളിക്കുന്ന ആ ഒരു വിളിയിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആ വിളി കേൾക്കാനും കുറേ എണ്ണം വരും. പണം നിനക്കിപ്പോൾ തലയ്ക്ക് നിനക്ക് പണം കയറി, നിനക്ക് നോമ്പ് 30 വരെയും നിനക്ക് നിൻ്റെ തലയ്ക്ക് മീതെ നിനക്ക് പണം കയറിയടി. നിൻ്റെ ഹോട്ടൽ ഫുഡാണ് കഴിക്കണത്. ചെന്നിരുന്ന് ഷവർമയും ഷവായിയൊക്കെ അങ്ങോട്ട് അടിച്ച് കയറ്റിക്കൊണ്ട് നിനക്ക് അഹങ്കാരം കൂടിയല്ലേ? അഹങ്കാരം കൂടി നിൻ്റെ കയ്യിൽ കണക്കിന് പണം വന്നല്ലേ? ആളുകൾ 4 വഴിക്കൂടെ നിനക്ക് അയച്ചു തന്നതിൻ്റെ അഹങ്കാരമാണ് നീ കാണിക്കുന്നത്. നീയൊക്കെ വന്നിരുന്ന് പിച്ചെടുത്ത് തായേ എന്ന് പറയുമ്പോൾ നിനക്കൊക്കെ തരാൻ കുറേ എണ്ണം ഉണ്ട്. അവരെയൊക്കെ വീട്ടിൽ കുടുംബത്തിന് പോലും കൊടുക്കാതെയാണ് അവന്മാരെടുത്ത് നീ ചോദിക്കണം, എനിക്ക് തായേ സോപ്പിട്ടെടുത്ത് നീയൊക്കെ പണം ഉണ്ടാക്കി അങ്ങോട്ട് എടുക്കണം. അവൻ്റെയൊക്കെ കുടുംബത്തിന് മക്കൾക്കായാലും ഭാര്യയ്ക്ക് ഒരു നേരത്തെ അന്നത്തിന് പോലും കൊടുക്കാതെ ആ കുടുംബത്തിൽ പോലും പറയാതെ ആയിരിക്കും നിനക്കൊക്കെ പണം തരണത്. ഞാൻ തെറി പറയില്ല എന്ന് വിചാരിച്ചാണ്, പക്ഷെ നീ എൻ്റെ അടുത്ത് എരന്ന് വാങ്ങണടാ ചേറ്റേ. എടി നിന്നെ എന്തോന്ന് വിളിക്കണോടി? നീ ഈ ചെറ്റേ നാറി മറ്റേ മോനെ എന്നൊക്കെ വിളിക്കാൻ നിന്നെ എന്താണടി വിളിക്കാനുള്ളത്? നിന്നെ ഇതിലും വലുതാണ് നിന്നെ വിളിക്കാനുള്ളത്, അറിയോ? നീയാണ് ആ ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയത്. നിന്റെ ഭർത്താവെന്ന് പറയുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ നീയാണ് ഇല്ലാതാക്കിയത്. അയാൾ നിന്നെയും നിൻ്റെ മക്കളെയും പൊന്നുപോലെ നോക്കിയ അവനെ തീർത്തത് നീയാണ്. അത് ആൾക്കാർ പറയുന്നുണ്ട്, നീ പറയുന്ന അയാളെ ചേട്ടനാണ് അങ്ങനെ, ചേട്ടനെ കാരണമാണ് അങ്ങനെ ചെയ്തത് എന്ന്. നിന്നെ കാരണമാണ് ചെയ്തത്. ഇവിടെ ഒരു ഭാര്യ ഒരു ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഭർത്താവിന് മറ്റേ ഇത് കൊണ്ടുവരുമ്പോഴാണ് നായിൻ്റെ മോനെ വരിക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇക്കാൻ്റെ ശരിക്കും പറഞ്ഞ ഇത് നിന്നെ തിരിച്ചാണ് വിളിക്കണം, നായിൻ്റെ തിരിച്ചാണ് വിളിക്കാനുള്ളത്. നീ വിളിച്ച വാക്കിനെ എടുത്തിട്ട് തിരിച്ച് വിളിക്കണം. എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ പള്ളിയിൽ ചേർന്നതാണെങ്കിൽ എൻ്റെ ഇക്കാനെ അവിടെ ഖബറടക്കം ചെയ്തിട്ടുണ്ടാവും. എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ ആ ഇതിൽ നിനക്ക് വിട്ടു തരൂല. നിനക്ക് തരാത്തതിന് കാരണമുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ തെളിവുകളും കാണും. അവൻ്റെ നിൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ അവൻ്റെ വീട്ടുകാർക്കറിയാം സത്യാവസ്ഥ എന്താണെന്ന്. അതുകൊണ്ടാണ് നിനക്ക് വിട്ടു തരാത്തത്. അതാണ് അവർ കൊണ്ടുപോയത്. അവനെ നീ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നീ പറയണ മൊത്തം കള്ളത്തരവും ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 1-ാം മൈലത്തെ പള്ളിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതുള്ളത്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് എൻ്റെ ഞാനൊക്കെ കൂടുതൽ ജീവിച്ചിരിക്കണമെന്ന് ഞങ്ങൾ. നീ കക്കാന്നും പറഞ്ഞ് നീ അവനെ വെച്ചിട്ട് കുറേ ഉണ്ടാക്കണമല്ല പണം. അപ്പം നിനക്ക് നിന്റെ ഉദ്ദേശം പണം മാത്രമാണ്. അങ്ങനെ പറഞ്ഞും കൊണ്ട് 2 സിമ്പതി പാട്ടിടും. പാട്ടിൽ അങ്ങോട്ടും ഇങ്ങനെ ഇരുന്ന് അഭിനയിച്ച് നീ കുറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പള്ളി നെല്ലിക്കാട് നാട്ടിലാണ്. അപ്പോൾ ഞാൻ നിന്നോട് പറയണേ, നിന്നോട് വെല്ലുവിളിക്കണേ, നീ തെളിവുകൾ കൊണ്ടുവാ. അല്ല, നിനക്ക് തെളിവ് ഒരുപാട് കൊണ്ടുവന്നാണല്ലോ. ശരിയായിരുന്നാലും ഒരുപാട് പേര് നിന്റെ കാര്യങ്ങൾ തെളിവ് അവിടെ കൊണ്ടുവന്നതാണ്. നീ എന്തുകൊണ്ട് ഇപ്പം നീ അതൊക്കെ മറന്നുപോയി? നിന്റെ ഗുളിക തീർന്നപ്പം നീ ഇപ്പം ഗുളിക കഴിക്കുന്നില്ല. നിനക്ക് മെൻ്റലിനുള്ള ഗുളിക നീ കഴിച്ചുകൊണ്ടിരിക്കണം. ആ ഗുളിക തീരുമ്പോഴാണ് നീ ഇതേ കണക്ക് തുടങ്ങണത്. ഗുളികയും പിന്നെ പണവും കൊണ്ട് ആളുകൾ അങ്ങ് മറിച്ചിട്ട് തരും. നിങ്ങളില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കുക. ഇല്ലാത്ത എത്രയോ വീടും കൂടും ഇല്ലാതെ എത്രയോ എണ്ണം പാവങ്ങൾ കിടപ്പുണ്ട്, ഈ കടത്തിന്നതോറും കിടപ്പുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ കൊടുക്കുക. എവക്കൊക്കെ ഉണ്ട്, ഇവളൊക്കെ ധാരാളിച്ച് കിടക്കണതാണ്. അങ്ങനെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഈ അഹങ്കാരിയായ ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ കൊടുക്കണത്? എത്രയോ പേരുണ്ട് വീടും കൂടും ഒന്നും ഇല്ലാതെ, ഫുഡ് പോലും കഴിക്കാനില്ലാതെ കിടക്കുന്നുണ്ട്.
എവളങ്ങനെയാണ്, എവളെ എത്ര പേരെ പറ്റിച്ച്. നിന്റെ യൂട്യൂബ് വരുമാനം തന്നെ എന്തുമാത്രം പണം നിനക്ക് കിട്ടും. നീ നിന്റെ ഉമ്മായെ വെച്ച് തുണിയില്ലാത്ത ഫോട്ടോ വീഡിയോ വെച്ചിട്ട് നീ കുറേ ഉണ്ടാക്കി തിന്ന്. നീ നിന്റെ കുടുംബക്കാരെ വെച്ചിട്ട് നീ കുറേ ഉണ്ടാക്കി തിന്ന്. നീ നിന്റെ ഭർത്താവിൻ്റെ ആൾക്കാരെ വെച്ചിട്ട് നീ കുറേ ഉണ്ടാക്കി തിന്ന്. നീ ഷെരീഫിനെ വെച്ചിട്ട് കുറേ ഉണ്ടാക്കി തിന്ന്. അതുപോലെ പലരെയും വെച്ചിട്ട് നീ പണം ഉണ്ടാക്കിയില്ലേ. ഇനി നീ അങ്ങ് നിർത്ത്. പിന്നെ നിന്റെ മരിച്ചുപോയി കബറി കിടക്കണ്, എത്ര വർഷമായെന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയി ആ ഭർത്താവിനെ വെച്ചിട്ട് നീ ഇപ്പം കുറേ പണം ഉണ്ടാക്കുന്നുണ്ട്. അയാളെ ഫോട്ടോയും അയാളെ വീഡിയോയും എടുത്തിട്ട് നീ പണം ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം നീ റീച്ചിന് വേണ്ടിയല്ലേ. ഇയാളെ വെച്ചിട്ട് നിന്റെ ഭർത്താവെന്ന് പറഞ്ഞ ആളിനെ വെച്ചിട്ട് നീ ഇത് കണക്ക് വരുമാനം ഉണ്ടാക്കണത്. ആ ഭർത്താവിൻ്റെ വീട്ടുകാർ രംഗത്ത് വരികയാണെങ്കിൽ, അവർ വരണമെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ? അത് അയാളെ വെച്ചിട്ട് നീ എന്തുമാത്രം പണമാണ് നീ ഉണ്ടാക്കണത്. എൻ്റെ കിക്കാന്ന് പറഞ്ഞുകൊണ്ട് നീ വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ കിക്കാന്ന് പറഞ്ഞുകൊണ്ട് നീ റീൽസുകൾ ഇടുന്നുണ്ട്. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? അപ്പം അവർക്ക് വിഷമമില്ലേ? അവരെ ആൾക്കാർക്ക് വിഷമമില്ലേ നീ കാണിക്കണത്? അപ്പം നീ ഒരു കാര്യം ചെയ്യ്, സ്വന്തം കണ്ണാടിയിലോട്ട് പോയി നോക്കി നിന്നിട്ട് നീ സ്വയം ചോദ്യര്. ഞാൻ ഷെരീഫിനെ വെച്ചിട്ട് പറയുന്നതും അതുപോലെ നിൻ്റെ കക്കാന്ന് വിളിക്കണ നിൻ്റെ ഭർത്താവായിരുന്ന ആൾ മരിച്ചുപോയ അയാളെ വെച്ചിട്ട് നീ പണം ഉണ്ടാക്കണതും എല്ലാം അവരെയൊക്കെ പച്ചയിറച്ചി തിന്നുങ്ങണക്കല്ലേ. അതുപോലെ നിൻ്റെ ഉമ്മാരെയൊക്കെ പച്ചയിറച്ചി തിന്നുങ്ങണക്കല്ലേ. നിൻ്റെ കുടുംബക്കാരെ പച്ചയിറച്ചി തിന്നുങ്ങണക്കല്ലേ നീ ഈ കാണിക്കണം. നീ ഓരോരുത്തരെയും വന്നിരുന്ന് ചീത്ത വിളിക്കുമല്ലോ. നീ ഈ 30 ദിവസം റമളാൻ മാസമായി 30 ദിവസം നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അയ്യോ മക്കൾക്ക് പണം അയച്ചു എന്ന്. ഇന്ന് എൻ്റെ മക്കൾക്ക് എന്തേലും വേണം, ഷവായി വേണോ ഷവർമ്മ വേണോ, ദിവസവും ഇത് തന്നെ ആയിരുന്നല്ലോ. ആളുകൾ കുറേ പണം അങ്ങോട്ട് തന്നപ്പോൾ നിൻ്റെ തലയ്ക്ക് മീതെ കയറി. ഇതാണ് നിനക്ക് അഹങ്കാരം ആയത്. അപ്പോൾ ഇതാ ഇനി ഇത് കണ്ടോളണം. ഇവളെ മുമ്പലത്തെ കോല ഒന്ന് കണ്ടോളണം. ഇവള് അന്ന് ഭയങ്കര അഹങ്കാരിയായിരുന്നു. കുറേ നാൾ കുഴപ്പമില്ലാതെ പാവത്തനുസരിച്ച് വന്നിരുന്ന് വീഡിയോ ചെയ്തു. പിന്നെ അതിനുശേഷം ഇവക്ക് അഹങ്കാരം കൂടി. യവന്മാരൊക്കെ കൊണ്ടുപോയി കാറിലിങ്ങനെ കൊണ്ടുപോയി വയനാടോ എവിടെയൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ റൂം എടുത്ത് 3, 4, 5 ദിവസം കിടന്ന്. അത് അവൾ തന്നെയാണ് പറഞ്ഞത്. 4, 5 ദിവസം റൂം എടുത്ത് കിടക്കുമായിരുന്നെന്ന് ഇവൾ തന്നെയാണ് പറഞ്ഞത്. ഏതോ ഒരു കൊച്ചു പയ്യനെയും കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് കറങ്ങുമായിരുന്നു. നാന്താന്ത പയ്യ വയനാടാണ്. വയനാട്ടിലങ്ങണ്ട പോയത്. കാറിനകത്തിരുന്നും പല ഇതിൽ ഫോട്ടോകൾ എടുക്കണതും എടുത്തു കൊടുക്കണതൊക്കെ അവനങ്ങണ്ടേനു. പണം അടച്ചൊക്കെ കയറി കാണുന്ന ഒരിതാണെന്നാണ് തോന്നുന്നത്. അവൾ പാതിരാത്രി അങ്ങോട്ടേക്കാണ് ഏതാ ആപ്പിലങ്ങോട്ടേക്ക് അവൾ കയറി കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഇതാ കൊള്ളാടി കൊള്ളാം. അയ്യോ കൊള്ളാം, നല്ല അഭിപ്രായമായിരിക്കും. സലാം പറഞ്ഞല്ലേ കയറണത്. മാഷാ അല്ലാ അൽഹംദുലില്ലാ. കണ്ട കാണിച്ച പ്രവൃത്തിയാണ്. ഇതുപോലെ ഒരുപാടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെളിയിൽ വിട്ടാൽ നമുക്കും കൂടെയൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പണം കൊടുത്തും കയറി കാണാമെന്നുള്ളതൊക്കെ ഉണ്ട് എന്ന് ഉള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഷാജിദാരെ വിഷയം. ഷാജിദ ഓരോരുത്തരെ വെച്ചിട്ടും ഷാജിദ പച്ചയിറച്ചി തിന്ന് 5 എത്തിയും കുട്ടികളെന്ന് പറഞ്ഞുകൊണ്ട് ഷാജിദ കുറേ ഉണ്ടാക്കുന്നുണ്ട്. ഷെരീഫിനെ ആയിരുന്നാലും അവരെ കുടുംബത്തെ ആയിരുന്നാലും ചീത്ത വിളിച്ചും കൊണ്ട് ഷാജിദ പച്ചയിറച്ചി തിന്നേനു. തായേന്നും പറഞ്ഞ് പിച്ച തെണ്ടി തിന്നേനു. ഇവളൊക്കെ ഇങ്ങനെയും കുറേ എണ്ണം ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് കിടപ്പുണ്ട്. കുറച്ച് നാൾ നല്ലതുപോലെ മര്യാദയ്ക്ക് ഇരിക്കും. പിന്നെ ഇരുന്നും കൊണ്ട് അതും ഇതും പറയും. പിന്നെ വീണ്ടും തുടങ്ങും.